തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറും തമ്മിൽ നടു റോട്ടിലുണ്ടായ തർക്കത്തിൽ വഴിത്തിരിവ്. സംഭവത്തിൽ നിർണായക തെളിവായി മാറുമെന്ന് പ്രതീക്ഷിച്ച ബസ്സിലെ CCTVയുടെ മെമ്മറി കാർഡ് കാണാനില്ല. ബസ് പരിശോധിച്ച ശേഷം പോലീസാണ് ഇക്കാര്യം അറിയിച്ചത്. CCTV ദൃശ്യങ്ങൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. KSRTC ഡ്രൈവർ മേയർ തർക്കത്തിൽ നിർണായകമായ വഴിത്തിരിവിലേക്കാണ് അന്വേഷണമെത്തുന്നത്. സംഭവം കഴിഞ്ഞ് 4 ദിവസം പിന്നിട്ടപ്പോഴേക്കുമാണ് KSRTC ഡ്രൈവർ യദു ഓടിച്ചിരുന്ന ബസ് പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ക്യാമറകൾ പരിശോധിക്കാൻ ആദ്യം വിമുഖത കാണിച്ച പോലീസ് വിവാദങ്ങൾക്ക് ശേഷമാണ് രാവിലെയോടെ പരിശോധനയ്ക്കായി എത്തിയത്. പരിശോധനയിൽ ക്യാമറയുടെ DVR ലഭിച്ചു. എന്നാൽ DVRൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല. മെമ്മറി കാർഡ് നേരത്തെ ഉണ്ടായിരുന്നുവെന്നും ആരെങ്കിലും മാറ്റിയതാണോ എന്നും വ്യക്തമല്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു. മെമ്മറി കാർഡിലാണ് റെക്കോർഡ് ആവുന്നത്. 64 GB മെമ്മറി കാർഡിലാണ് റെക്കോർഡ് ആവുന്നത്. ആ മെമ്മറി കാർഡാണ് കാണുന്നത്. മെമ്മറി കാർഡ് കിട്ടിയില്ല എന്നുള്ളതാണല്ലോ. അത് മെമ്മറി കാർഡ് കിട്ടിയിട്ടില്ല. പോലീസിന് പരിശോധിച്ചപ്പോഴാണല്ലോ മെമ്മറി കാർഡ്. നമ്മൾ ടെക്നിക്കൽ എക്സ്പെർട്സിനെ വെച്ചിട്ട് പരിശോധിച്ചപ്പോഴാണ് മെമ്മറി കാർഡ് അതിൽ കാണുന്നില്ല. മന്ത്രി KP ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അടുത്തിടെ ക്യാമറ ഘടിപ്പിച്ച ബസ്സുകളിൽ ഒന്നാണിത്. മുന്നിലും പിന്നിലും ബസ്സിനുള്ളിലും ക്യാമറയുണ്ടായിരുന്നു. ഒരാഴ്ച ദൃശ്യങ്ങൾ സൂക്ഷിക്കാനാകുന്ന തരത്തിലാണ് ക്യാമറകളുടെ ക്രമീകരണങ്ങൾ. ബസ്സിലെ യാത്രക്കാരെ ആരാണ് ഇറക്കിവിട്ടതെന്നതിനും ഡ്രൈവർ ക്യാബിനിൽ നടന്ന സംഭവങ്ങളും ഈ ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകുമായിരുന്നു. ഇതിനിടെയാണ് ബസ്സിൽ ദൃശ്യങ്ങൾ സൂക്ഷിക്കേണ്ട മെമ്മറി കാർഡ് കാണാനില്ലെന്ന് പോലീസിനെ അറിയിക്കുന്നത്. ഇതോടെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. CCTV ദൃശ്യങ്ങൾക്കായി കന്റോൺമെന്റ് പോലീസ് അന്വേഷണം തുടങ്ങി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.